ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്രസീലിനെ കുറിച്ചുള്ള കാര്യമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ബ്രസീൽ കല ഉടക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ബ്രസീൽ കല ഉടച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ആൾക്കാർ എന്ന് വെച്ചാൽ ബ്രസീലിന്റെ സ്ക്വാഡും ബ്രസീലിന്റെ റീസെന്റ് ആയിട്ടുള്ള കുറെ കളി കാണുമ്പോൾ തന്നെ അറിയാം ബ്രസീൽ എന്ന് പറഞ്ഞാൽ അവന്മാർ തേച്ചൊട്ടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും. ബ്രസീലിനെ കൊണ്ട് നടക്കത്തില്ല. കാരണം വെച്ചാൽ ഇന്നലെ ബ്രസീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇന്നലെ ബ്രസീൽ കളിച്ചില്ല എന്ന് പറയുന്നില്ല. ബ്രസീൽ ഇന്നലെ എന്താ പറയുക, അവർ മാക്സിമം ട്രൈ ചെയ്തു ഗോൾ അടിക്കാനും കാര്യങ്ങളും. പക്ഷേ മൊറോക്കോ അതിനേക്കാളും എന്ന് പറയും, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ആഫ്രിക്കയിലെ ബ്രസീലിയൻ ടീം എന്ന് പറയുന്നതാണ് മൊറോക്കോ. അതുപോലെ തന്നെ മൊറോക്കോയുടെ റാങ്ക് അവർ 4ാം റാങ്ക് എങ്ങാണ്ടാ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഞാൻ ഇതിന് മുമ്പത്തെ വേൾഡ് കപ്പിൽ തന്നെ എന്താ പറയുക, പോർച്ചുഗലിനെ നോക്കൗട്ട് ചെയ്ത ടീമാണ്. അപ്പോൾ അത്രത്തോളം സ്ട്രോങ് ടീമാണ് മൊറോക്കോ. ആ മൊറോക്കോയുടെ തന്നെ എന്താ പറയുക, ബ്രസീൽ ഇന്നലെ മുട്ടുകുത്തി. ഇന്നലെ വിനീഷ്യസ് ജൂനിയർ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് എന്താ പറയുക, വിനീഷ്യസ് ജൂനിയർ ഒരു ഗോൾ എന്താ പറയുക, ഒരു നല്ലൊരു ഗോൾ അടിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ എപ്പോഴും കരച്ചിൽ മാത്രമാണെന്ന് പറയുന്നത് വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ ദിവസം കഴിഞ്ഞാണെന്ന് പറയും ഒരു ഗോള് നല്ലൊരു ഗോൾ അടിക്കുന്ന. പക്ഷേ ഇപ്പോൾ ഓവറോൾ ഞാൻ പറയുന്നത് ബ്രസീൽ മിക്കവാറും എന്ന് പറയാം ബ്രസീലിനെ കൊണ്ട് ഒക്കത്തില്ല ഈ വേൾഡ് കപ്പ്. നമ്മൾ 2002 ഒരു ബ്രസീലിയൻ ടീം ഉണ്ടായിരുന്നു. ബാഴ്സലോണ പ്ലെയേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു കിടില ഒരു ബ്രസീലിയൻ ടീം. ആ ബ്രസീലിയൻ ടീം തന്നെ എന്താ പറയുക, അന്ന് വേൾഡ് കപ്പ് എടുക്കുകയും ചെയ്തു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 2002 വേൾഡ് കപ്പ് എടുത്ത ബ്രസീലിയൻ ടീം അത് നല്ലൊരു ബാഴ്സലോണയൊക്കെ ടീം വെച്ചുള്ളത് നല്ലൊരു കിടിലൻ ടീം തന്നെയായിരുന്നു 2002 ബ്രസീലിയൻ ടീം. 2006 ടീം ആയപ്പോഴേക്കും അതിൻ്റെ നിലവാരം കുറച്ച് കുറഞ്ഞു. 2010 എത്തിയപ്പോഴേക്കും വീണ്ടും നിലവാരം എന്ന് പറയാൻ കുറഞ്ഞു. 2002 മോശം ടീമായിരുന്നു 2006. 2006 മോശം ടീമായിരുന്നു 2010. 2010 മോശം ടീമായിരുന്നു 2014. 2014 മോശം ടീമായിരുന്നു 2018. 2018 മോശം ടീമായിരുന്നു 2022. 2022 മോശം ടീമായിരുന്നു ഇപ്പോഴത്തെ 2026. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് 2002 ഇറങ്ങിയ ഒരു ബ്രസീലിയൻ ടീമിനെക്കാളും 100 മടങ്ങ് മോശപ്പെട്ട ഒരു ടീമാണ് ഇപ്പോൾ ബ്രസീലിയൻ ടീമാണ് സ്ക്വാഡിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് വലിയ ലെജൻസിനെയൊക്കെ പറയാം പടു ഉയർത്തിയ ഒരു ടീമായിരുന്നു പറയും ബ്രസീലിയൻ ടീം. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാനായിട്ട് ആരുണ്ട്? ഇപ്പൊ തന്നെ അങ്ങനെ ആരുമില്ല. ഇപ്പോഴും തന്നെ ബ്രസീലിയൻ ടീം എന്ന് പറയും അവരെങ്ങനെ ക്വാളിഫൈ ചെയ്ത് തന്നെ ഒരു വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ അത്രമാത്രം എന്താ പറയുക നിലവാരം കുറഞ്ഞ ഒരു ടീമായി എന്താ പറയുക ബ്രസീൽ മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇന്നലെ വിനീഷ്യസ് ജൂനിയർ എന്താ പറയുക ഒരു ഗോൾ അടിച്ച്. പിന്നെ ബ്രസീലിനെ ഇന്നലെ ട്രൈ ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ബ്രസീൽ ഇന്നലെ കുറച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഗോൾ ഇപ്പം ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കുന്നവരുടെ കൂടെയാണ്. നമ്മൾ ടൈ പിടിച്ചു അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഗോൾ അടിക്കുക, ജയിക്കുക, ഓക്കെ, കപ്പടിക്കുക, എങ്കിൽ വാഴും, ഇല്ലാത്തവൻ താഴും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ശുഭദിനം.